ഒരു ഭീഷണിക്ക് മുന്നിലും അഭിമാനമുള്ള ഹിന്ദു തലകുനിക്കരുത്. ഈ സന്ദേശം നൽകുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വിദ്യാർത്ഥികൾ. ശൗചാലയമല്ല, ക്ഷേത്രം തന്നെ നിർമ്മിക്കും. ഒരു ദിവസം നീണ്ടുനിന്ന പ്രതിഷേധത്തിന് ശേഷം ബംഗ്ലാദേശിലെ ജഗന്നാഥ സർവകലാശാലയിൽ ഹിന്ദു വിദ്യാർത്ഥികൾ ഹൈന്ദവ ക്ഷേത്രം തുറന്നിരിക്കുകയാണ്. ക്ഷേത്ര സ്ഥലത്തിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ശൗചാലയം നിർമ്മിക്കുന്നതിനെതിരെ ഒരു ദിവസം നീണ്ടുനിന്ന പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വൈകി ബംഗ്ലാദേശിലെ ജഗന്നാഥ സർവകലാശാല വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിൽ ഒരു കേന്ദ്ര ക്ഷേത്രം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു വിദ്യാർത്ഥികൾ സർവകലാശാലയുടെ മുൻപിൽ ചൊവ്വാഴ്ച ഉച്ച മുതൽ വൈകുന്നേരം വരെ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. സർവകലാശാല ഭരണകൂടം അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകാത്തപ്പോൾ രാത്രി 11 മണിക്ക് മതപരമായ ചിത്രങ്ങളും ആരാധനാ സമൂഹങ്ങളും ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ സ്വയം ശിലാസ്ഥാപന ചടങ്ങ് നടത്തി. വിദ്യാർത്ഥി നേതാക്കളുടെ അഭിപ്രായത്തിൽ ഒരു ക്ഷേത്രം വേണം എന്ന ആവശ്യം വളരെ കാലമായി ആവർത്തിച്ചുന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഭരണകൂടം നിയുക്ത സ്ഥലത്ത് ഒരു ശൗചാലയം നിർമ്മിക്കാൻ തുടങ്ങി. അത് തങ്ങളുടെ മതവികാരങ്ങളെ അപമാനിക്കുന്നതാണ് എന്ന് അവർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ക്ഷേത്രത്തിനായുള്ള അവകാശം ഉറപ്പിച്ചുകൊണ്ട് സർവകലാശാല അധികൃതർ വിമർശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാത്രി അവിടെ തന്നെ തുടരുമെന്നും അവർ പറഞ്ഞു. സർവകലാശാലയിൽ ഏകദേശം 2700 സനാതനി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നിട്ടും ഭരണകൂടത്തിന് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ ഇപ്പോഴും ഒരു ക്ഷേത്രമില്ല എന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സംഭവം സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾക്ക് കാരണമായി. വിദ്യാർത്ഥി നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ക്ഷേത്രത്തിൽ ഒരു ശൗചാലയം നിർമ്മിക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ചു. എല്ലാ മതങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള പൊതു സർവകലാശാലകളുടെ ഉത്തരവാദിത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അവർ ചെറുത്തു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭീകര ആക്രമണങ്ങൾക്കെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒരുമിച്ച് പോരാടണമെന്ന് പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട്. ഇതിനായി ഇന്ത്യയിലെ ജനങ്ങളും അവർക്ക് സഹായം നൽകണമെന്നും അഭിപ്രായങ്ങളുണ്ട്. ഗാന്ധിജിയുടെ മാതൃകയല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ മാതൃകയുള്ള തിരിച്ചടിയാണ് ബംഗ്ലാദേശിൽ വേണ്ടതെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി. ബംഗ്ലാദേശിൽ ഇന്ത്യ സൈനിക നടപടി നടത്തണം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് പ്രായോഗികമല്ല. സമ്മർദ്ദം ചെലുത്തിയാൽ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ അല്ല അവിടെയുള്ളത്. അവിടെയുള്ള ഹിന്ദുക്കൾ ഒന്നുചേരണം. കൊല്ലാൻ വരുന്നവരെ ചങ്കുറപ്പോടെ നേരിടണം. വാളുമായി വരുന്നവരെ 100 പേർ വന്നാൽ 10 പേരെങ്കിലും തിരിച്ചടിക്കണം. ഇതായിരിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ നിലപാടെന്ന് പലപ്പോഴും പല പ്രമുഖരും ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 1947 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അന്ന് തിരിച്ചടി കൊടുത്തപ്പോഴൊക്കെ അവർ തിരിഞ്ഞോടിയിരുന്നു. ഇതിനെതിരെയാണ് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. ഹിന്ദുക്കളെ കൊണ്ട് ആയുധങ്ങൾ താഴെ വെപ്പിക്കുകയും ചെയ്തു. അതിന്റെ ദുഷ്ഫലങ്ങൾ പിന്നീട് അവർ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംഘടിക്കണം. അവർ പൊരുതി നിൽക്കണം. അവരുടെ ആത്മവീര്യം ഉയരണം. അവരെ ശക്തിപ്പെടുത്തി അവർക്ക് ഇന്ത്യ സഹായം നൽകണം. ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടപടി എടുപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവിടെയുള്ള ഹിന്ദു സമൂഹം ചെറുത്തു നിന്നേ തീരുകയുള്ളൂ. എന്തായാലും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു നീക്കം വന്നത് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ കാരണമായേക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.